എല്ലാവർക്കും ബിജുസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പൊന്മുടി സീതാതീർത്ഥം. എല്ലാ വർഷവും മകരമാസം 1-ാം തീയതിയാണ് ഇവിടുത്തെ പൊങ്കാല. ആ ഒരു ദിവസം മാത്രമേ പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനമുള്ളൂ. ഇവിടെ ഒരു 2 കുളം അടുത്തടുത്തായിട്ട് ഉള്ളത്. പിന്നെ സീത, ലക്ഷ്മണ, ശ്രീരാമ, ഒരു ചെറിയ ആൽത്തറ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പുൽമേടാണ്. ശരിക്കും മൃഗങ്ങളുടെ ശല്യമുള്ളൊരു ഏരിയയാണ്. കാര്യം ഇവിടെ വെള്ളം പറ്റാത്തതുകൊണ്ട് എപ്പോഴും മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പറ്റാൻ സാധ്യത കൂടുതലാണ്. ഐതിഹ്യം പറയണത് അഗസ്ത്യമുനിയെ ദർശിച്ചിട്ട് ഇതുവഴി പോയപ്പം ഇവിടെ സീതാതീർത്ഥത്തിൽ ഇറങ്ങി സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പൊന്മുടിയിൽ വന്നിട്ട് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. ഇതാണ് ആ സീതാതീർത്ഥക്കുളം. ഇവിടെ ഒരിക്കലും വെള്ളം പറ്റില്ല. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുളം കൂടെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ പൊങ്കാല ഇടാനൊക്കെ ആൾക്കാർ വെള്ളം എടുക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഒരു കിലോമീറ്ററോളം വഴിയുണ്ട്. അതിൽ അങ്ങോട്ട് പോയാൽ ആനശല്യം ഭയങ്കരമാണ്. എന്നാലും അങ്ങോട്ട് പോയാൽ പാറയിലുള്ളൊരു ശിവലിംഗം അവിടെ കാണാൻ പറ്റും. പണ്ടവിടെ വിളക്ക് വെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ഈ വർഷം എന്തായാലും ഇല്ലായിരുന്നു. ഇവിടെയാണ് സീതാദേവിയുടെ കാൽപ്പാടുകൾ ആ കാണുന്ന ഈ മഞ്ഞ വരയിട്ടേക്കുന്ന സ്ഥലം. ഇതാണ് ശ്രീരാമക്ഷേത്രം. സീതാ ശ്രീരാമക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത് പൊങ്കാല അടുപ്പ് തീടാൻ പോവുകയാണ്. ഇവിടെ തുള്ളലും എല്ലാം ഉണ്ട്. ചൂട് പൊങ്കാല വാരി പുറത്ത് ഒഴിക്കുകയൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. കാണി സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഇവിടുത്തെ പൂജയും ചടങ്ങുകളും എല്ലാം നടത്തുന്നത്. ശരിക്കും ആൾക്കാരും ഉണ്ടായിരുന്നു. അന്നദാനം ഉണ്ടായിരുന്നു. അത് ആ റിസോർട്ടിൻ്റെ അടുത്തായിട്ടാണ് അന്നദാനം കാറ്ററിംഗ് ആയിരുന്നു. അവിടെ തിരിച്ചു വന്നപ്പോൾ അവിടെ ഊണെല്ലാം തയ്യാറായായിരുന്നു. ഇനി ഇവിടുത്തെ ആചാരങ്ങളിലും കാഴ്ചകളിലേക്കും പോകാം. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് നടക്കുകയാണ്. ദയവായി ക്ഷേത്ര പരിസരം വിട്ടു നിൽക്കുന്ന ആൾക്കാർ ഈ ക്ഷേത്ര പരിസരത്തേക്ക് പല മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.